ആക്രമിക്കൽ കേസിൽ വിധി വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രോസിക്യൂഷൻ വാദങ്ങളെക്കുറിച്ച് വിവരം പുറത്ത്. കുറ്റകൃത്യം നടന്നതിന് പിന്നിലെ അടിസ്ഥാന കാരണമായി പ്രോസിക്യൂഷൻ പറയുന്നതെല്ലാം പ്രതി ദിലീപ് കാവ്യമാധവനുണ്ടായിരുന്ന ബന്ധവും ഇതറിഞ്ഞ മഞ്ജു വാര്യർ ദിലീപിൽ നിന്ന് അകന്നതുമാണ്. മഞ്ജു വാര്യറുമായി വിവാഹബന്ധം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ദിലീപിന് കാവ്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നത്. ഒരിക്കൽ യാദൃശ്യമായി ദിലീപ് തൻ്റെ ഫോണിൽ വീട്ടിൽ വെച്ച് പോയി. മഞ്ജു വാര്യർ ആ ഫോൺ എടുത്ത് നോക്കി. ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നു. ആ മെസ്സേജുകൾ ആരുടേതാണെന്ന് അന്വേഷിക്കുന്നു. കാവ്യമാധവൻ്റേതാണ് ഈ നമ്പറെന്ന് മഞ്ജു തിരിച്ചറിയുന്നു. 2012 മഞ്ജു ഇതറിയുന്നത്. ഇതിനുശേഷം കൂടുതലറിയാൻ മഞ്ജു വാര്യർ ശ്രമിച്ചു. അതിജീവിതയുടെ വീട്ടിൽ മഞ്ജു വാര്യറും സംയുക്തമായും ഗീതും മോഹൻദാസും എത്തി. നടി ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മഞ്ജുവിനോട് പറഞ്ഞു. ഇത് മഞ്ജു ദിലീപ് വിവാഹബന്ധത്തിൽ ഉലച്ചിലുണ്ടായി. ഈ വൈരാഗ്യം അതിജീവിതയോടെ ദിലീപിനുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദം. കാവ്യയുടെ നമ്പർ 4 പേരുകളിലാണ് പല ഫോണുകളായി ദിലീപ് സേവ് ചെയ്തിരിക്കുന്നത് പ്രോസിക്യൂഷൻ പറയുന്നത്. ദിലീപിൻ്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ ദിൽക്ക, കാതൽ എന്നീ പേരുകളിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത്. അതിജീവിത കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് മഞ്ജുവിനോട് പറയാനുണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട്. ഗോസിപ്പുകളൊന്നും മഞ്ജു വിശ്വസിച്ചിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും തൻ്റെ സുഹൃത്തായ അതിജീവിത തന്നെയോടും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജുവിൻ്റെ സംശയം. എല്ലാം കൂടി മഞ്ജു വാര്യറും സുഹൃത്തുക്കളും അതിജീവിതയുടെ വീട്ടിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് ചോദിക്കുന്നത്. നിനക്കിതിനെക്കുറിച്ച് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. അതിജീവിതയുടെ അച്ഛനൊക്കെ അവളെ വഴക്ക് പറഞ്ഞു. നീ എന്തിനാണ് വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെടുന്നത്? നിനക്ക് വല്ലതും അറിയാമെങ്കിൽ നീ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.